ഇറാന്റെ ഈ നീക്കങ്ങളെ ഇസ്രായേൽ എങ്ങനെയാണ് കാണുന്നത്? അതുകൂടി നമ്മൾ അറിയേണ്ടതുണ്ടല്ലോ. സ്വാഭാവികമായും ഇറാൻ പ്രത്യാക്രമണം ഉണ്ടാകും. അത് എത്രത്തോളം ഉണ്ടാകും എന്നുവരെ ഇസ്രായേലിന് അറിയാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇത്ര വലിയ ശക്തിയായിട്ടും ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ പിന്തുണയും അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനം എല്ലാം ഉണ്ടായിട്ടും ഇസ്രായേലിലുള്ള ജനങ്ങൾ വളരെ ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ആ തരത്തിലുള്ള ഒരു ഒരുക്കമാണ് ഇസ്രായേൽ നടത്തിയിട്ടുള്ളതും. ലോക്ക്ഡൗണിന് സമാനമായൊരു സാഹചര്യമാണ് ഇപ്പോൾ ഇസ്രായേൽ ഉടനീളമുള്ളത്. ഒരാളും വീട് വിട്ട് പുറത്തിറങ്ങരുത്, അവശ്യ സാധനങ്ങൾക്കല്ലാതെ എന്ന ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആശുപത്രികളിൽ നമ്മൾ കോവിഡ് കാലത്ത് എന്താണോ കണ്ടത് അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേൽ ഉടനീളമുള്ളത് നമുക്ക് പറയേണ്ടി വരും. അത്യാവശ്യത്തിനല്ലാതെ ആരും ആശുപത്രികളിലേക്ക് പോകരുത്. ആശുപത്രികളിലുള്ള എല്ലാ ഡോക്ടർമാരും ആശുപത്രികളിൽ തന്നെ നിൽക്കണം. അവർ ഏത് അത്യാഹിതത്തെയും കാത്തു നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകണം എന്ന് അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കം പ്രവർത്തിക്കുന്നില്ല. വലിയൊരു ആക്രമണത്തെ അവർ കരുതി കൂട്ടിക്കാണുന്നു എന്ന് മാത്രമല്ല, പ്രമുഖരായ ആളുകളെല്ലാം തന്നെ ബങ്കറുകൾക്കുള്ളിലാണ് കഴിയുന്നത്. ഏത് സമയത്തും ആക്രമണം ഉണ്ടാകാം എന്ന ഒരു ഭീതിയിൽ ഇസ്രായേൽ ഉടനീളം ബങ്കറുകളിൽ കഴിയുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മണിക്കൂറുകൾക്ക് മുമ്പ് പറഞ്ഞൊരു വാക്ക് പ്രസക്തമാണ്. ഇത് കുറേയേറെ കാലം ഒരു പക്ഷേ വേണ്ടിവരും, ബങ്കറുകളിൽ തന്നെ ഇസ്രായേലുള്ള ജനങ്ങൾ കഴിയേണ്ടി വരും എന്ന് പറയുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. അതോടൊപ്പം വെസ്റ്റ് ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഫലസ്തീനികളുള്ള പ്രദേശങ്ങളിൽ അവരെ പൂർണ്ണമായും ലോക്കാക്കിയിരിക്കുകയാണ്. അവർ ഫലസ്തീനികൾ ഇസ്രായേലിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഇസ്രായേലി ജനതകൾ ഉണ്ടാകുന്ന സെറ്റിൽമെൻറ്റിലേക്കോ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിലേക്കോ വരാൻ പാടില്ല എന്നോ ആ തരത്തിൽ അവരെ ഉപയോഗപ്പെടുത്തി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടിയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അപ്പോൾ ഫലസ്തീനികളെ പൂർണ്ണമായും ലോക്കാക്കിയിരിക്കുകയാണ് ഒരു ഭാഗത്ത്. അപ്പോൾ വലിയ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം സജ്ജമാക്കി നിൽക്കുന്നു. ധാഡ് അടക്കമുള്ള അമേരിക്കയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജമാണ്. അതേപോലെ എല്ലാ ഭാഗത്തും വ്യോമമേഖലയിലും കരമാർഗവും അതേപോലെ തന്നെ കടൽ മാർഗവും എല്ലാം പ്രതിരോധം ഒരുക്കിയിട്ടുണ്ട്. ജോർദാൻ അവരുടെ വ്യോമപാത അടച്ചുകൊണ്ട് ഇത്തരമൊരു ആക്രമണത്തിന് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അനുകൂലമാകുന്ന രൂപത്തിലുള്ള ചില സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുന്നു. ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു വലിയ ആക്രമണം നടത്തുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കി തന്നെയാണ് അവർ ആക്രമണം നടത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ സുഹൈൽ, മറ്റൊരു പ്രധാനപ്പെട്ട ഭീഷണി എന്ന് പറയുന്നത് ഈ ആണവായുധാക്രമണം തന്നെയാണ്. നിലവിലെ ഒരു സാഹചര്യങ്ങൾ നിരീക്ഷിച്ച് വരികയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു പേടിയിലേക്ക് കടക്കേണ്ട സമയമായോ ഇപ്പോൾ? ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഇറാൻ അവരുടെ ആണവ നയം മാറ്റുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഏറ്റവും വലിയ ചോദ്യം. ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട്, അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണത്തിലുള്ള മാർഗങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് ഇസ്രായേലിനറിയാം. അതുകൊണ്ട് കൂടിയാണ് ഇറാനെ പ്രത്യേകമായി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവായുധം കയ്യിൽ വെച്ചിട്ടും അത് പരസ്യമായി പ്രഖ്യാപിക്കാത്ത ഒരു രാജ്യമാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ തരത്തിൽ തന്നെയാണ്. അവർക്ക് ആണവായുധം കയ്യിലെങ്കിലും ആണവായുധം ഉണ്ടാക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഏത് നിമിഷവും ആണവായുധം ഉണ്ടാക്കാൻ പറ്റാവുന്ന ടെക്നോളജിയും സംവിധാനങ്ങളും ഇറാൻ്റെ കയ്യിലുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഇറാൻ ഇതുവരെ പറഞ്ഞിരുന്നത് ആ തരത്തിലുള്ള ഒരു ഡോക്ട്രിൻ, ആ ഒരു ആണവ നയം ഇസ്രായേലിനെ ആക്രമിക്കാവുന്ന തരത്തിലുള്ള ഒരു ആണവ നയമല്ല ഇപ്പോൾ ഇറാൻ്റെ കയ്യിലുള്ളത്. അത് ആണവ നയം മാറ്റാൻ അവർ തയ്യാറാകുമോ? നമ്മൾ മനസ്സിലാക്കുന്നത് ഇറാനിലുള്ള പ്രമുഖരായ ആളുകളും അതേപോലെ തന്നെ ഡിപ്ലോമാറ്റുകളെല്ലാം പറയുന്നത് ഇറാനെ ഇസ്രായേൽ ആണവപരമായി ആണവായുധം ഉപയോഗിച്ച് ആക്രമിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇറാൻ്റെ ഒരു ആണവ നയം എന്നുള്ളതാണ്. അതല്ല വേറെ ഏതെങ്കിലും തരത്തിൽ ആകെ ഇനി അവർക്ക് പ്രയോഗിക്കാവുന്ന ഒരു ആയുധം എന്ന നിലയിൽ ആണവായുധം പ്രയോഗിക്കുമോ? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതുകൊണ്ട് കൂടിയാണ് അമേരിക്കയും അതേപോലെ തന്നെ സഖ്യകക്ഷികളും ഇറാൻ്റെ ആണവായുധ ഭീഷണിയെ തടയാൻ വേണ്ടിയുള്ള പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞത്. അവരെ ഉപരോധിക്കാൻ നോക്കുന്നു, ചർച്ചകളിലേക്ക് പോകുന്നു. ഇപ്പോൾ തന്നെ ഇറാനും US തമ്മിലുള്ള ആണവ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 4 ഘട്ട ചർച്ചകൾ നടന്നു. ഇനി അടുത്തൊരു ഘട്ടത്തിലേക്ക് മസ്കറ്റിൽ മറ്റന്നാൾ ചർച്ചകൾ നടക്കാൻ ഇരിക്കുകയാണ് ഈ ഒരു ആക്രമണം നടന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് വില കൊടുത്തും ഇറാൻ്റെ ആണവായുധ രംഗത്ത് തടയിടുക എന്നുള്ളതാണ് ഈ രാജ്യങ്ങളെല്ലാം പറയുന്നത്. പക്ഷേ അത് വളരെ വിരോധാഭാസമാണ് എന്ന് നമുക്കറിയാം. കാരണം ആണവായുധം കയ്യിലേന്തിയിട്ടുള്ള രാജ്യങ്ങൾ തന്നെയാണ്, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ തന്നെയാണ് ഇറാന് ആ ആണവായുധം പറ്റില്ല എന്ന നിലപാടെടുക്കുകയും അതിൻ്റെ പേരിൽ ഉപരോധം നടത്തുകയും ചെയ്യുന്ന ആ തരത്തിലുള്ള ഒരു ലോകക്രമമാണ് നമുക്കിപ്പോഴുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ ഇസ്രായേലിലേക്ക് ഒരു ആണവായുധം പ്രയോഗിക്കുവാൻ ഇറാൻ തയ്യാറാകുമോ? അവസാനത്തെ ഒരു ആയുധം എന്ന നിലയ്ക്ക് അത് ഉപയോഗിക്കുമോ? അത് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലാണോ അവിടെയുള്ള ഭൂമിശാസ്ത്രം എന്നുള്ളതും പ്രധാനമാണ്. കാരണം ഇസ്രായേൽ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ ഫലസ്തീനികളുമുണ്ട്. അപ്പോൾ ഏത് തരത്തിൽ അത്തരമൊരു ആക്രമണം സാധ്യമാകും
എന്നുള്ളത് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. തിരിച്ചൊരു ആക്രമണത്തിന് ഇറാൻ മുതിരുമോ? ഇപ്പോൾ